ഇപ്പോൾ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവർ ഈ ഉദ്യോഗസ്ഥർ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാറ്റ് പ്രതികൂലമായി അടിക്കുന്നുണ്ട്. അതാണ് പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നത്. മാത്രവുമല്ല ഇവിടെ നിന്നും ഈ മറുകരയിൽ നിന്നും അവിടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും ചെറിയ രീതിയിൽ പമ്പ് ചെയ്തുകൊണ്ട് അത് അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ്ടും ഇപ്പോൾ നേരത്തെ കണ്ടിരുന്ന ആ ഭാഗത്തെ പോലും ദൃശ്യം കാണാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള കറുത്ത പുക ഉയർന്നു വരുന്നത് തന്നെയാണ് ആ രക്ഷാപ്രവർത്തനത്തിനും വരുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് കാണാൻ ഒരു ഭാഗത്ത് നിന്നും ഈ വെള്ളം പമ്പ് ചെയ്ത് അത് അണയ്ക്കാനുള്ള ഒരു ശ്രമവും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട്. കടപ്പക്കടയിൽ നിന്നും ആദ്യഘട്ടത്തിൽ 3 യൂണിറ്റ് ഫയർ എഞ്ചിനുകളായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഈ തീയൊന്ന് നിയന്ത്രണ വിധേയമാക്കാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യമുണ്ട്. കാരണം ചുറ്റുപാടും മറ്റ് ബോട്ടുകളോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തീരത്തായിരുന്നു ഈ ബോട്ടുകൾക്ക് ആദ്യം തീപിടുത്തം ഉണ്ടായ സമയത്ത് അത് നങ്കൂരമിട്ടിരുന്നത്. ആ മറ്റ് ബോട്ടുകളിലേക്ക് ഈ പ്രദേശം ബോട്ടിലെ ഇന്ധനത്തിന് തീ പിടിക്കാനുള്ള അത് വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ? മാത്രമല്ല വെള്ളം ഉൾപ്പെടെ മലിനീകരണം അതൊരു വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ അവിടെ നടത്തി അത് തന്നെയാണ് പരമാവധി ആ കൺട്രോൾ അത് അടച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കന്നാസിലും കുപ്പിയിലും മറ്റുമൊക്കെയും ഇവർ ഈ ഇന്ധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരു പതിവുമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോട്ടിന്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടവരോടൊക്കെ ചോദിച്ചത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ തീ അണയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രഷറിൽ വെള്ളം അവിടേക്ക് പമ്പ് ചെയ്ത് എത്തിക്കേണ്ടി വരും. അതിന് നിലവിൽ കഴിയാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നവും. മറ്റ് ഈ ബോട്ടിൽ എത്രത്തോളം ഇന്ധനത്തിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കാര്യം മത്സ്യബന്ധനം കഴിഞ്ഞ് വന്ന് അടുത്ത് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം ഇന്ധനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ അതിൽ നിറയുണ്ടായിരിക്കാം. ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ ബോട്ടുകളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അവരതിന്റെ ബാക്കപ്പായിട്ടുള്ള ഇന്ധനമൊക്കെ സൂക്ഷിച്ചിരിക്കും. എന്തായാലും എത്രയും വേഗം തന്നെ ഈ ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റാളുകൾക്ക് അപകടമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിരിക്കുന്ന കാര്യം. ശരി ലിജോ.